നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ്, താരിഖുസ് സ്വലാത്തി അലാ സിഹ്ഹതിഹി ലാ യഖ്ബലുല്ലാഹു തൗഹീദഹു. നിസ്കാരവും നോമ്പും തമ്മിൽ വലിയ ബന്ധമുണ്ട്, നിസ്കാരവും മറ്റു കർമ്മങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. താരിഖുസ് സ്വലാത്തി, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ, പൂർണ്ണമായ സ്വീകാര്യതയോടെ നിസ്കാരം നിർവഹിക്കാത്തവൻ, ലാ യഖ്ബലുല്ലാഹു തൗഹീദഹു, അവന്റെ തൗഹീദ് അല്ലാഹു സ്വീകരിക്കൂല. വലാ അമാനതഹു, അവന്റെ അമാനത്തും അല്ലാഹു സ്വീകരിക്കൂല. വലാ സദഖതഹു, അവന്റെ സദഖയും അല്ലാഹു സ്വീകരിക്കൂല. വലാ സിയാമഹു, അവന്റെ നോമ്പും അല്ലാഹു സ്വീകരിക്കൂല. നിസ്കാരം വളരെയധികം കരുതലോടെ ചിന്തിക്കണം. റമദാൻ ഷരീഫിലേക്കുള്ള ഒരു ഒരുക്കം കൂടിയാണ് നിസ്കാരം. എന്തേ തറാവീഹ് നിസ്കാരത്തിന് നമുക്ക് പറ്റാതെ പോകരുത്. തറാവീഹ് നിസ്കാരത്തിന് നമുക്ക് സുന്നത്തില്ലാത്ത ആളുകളായി മാറരുത്. ഒരുപാട് ഫർളുകൾ പെരടിയിൽ കെട്ടിക്കൂടിയാൽ റമദാൻ അങ്ങ് വന്ന ഉസ്താദിനോട് ഒന്നും ആൾക്കാർ മനസ്സിലാക്കും, ഉസ്താദെ എനിക്ക് ഒരുപാട് നിസ്കാരം ഖളാ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം? എന്നാ നീ ഖളാ വിട്ടിക്കോ. അൽഹംദുലില്ലാഹ്, സന്തോഷം. ഉസ്താദിന് നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദുള്ള മസല പറഞ്ഞതാണ്. അന്നെ യഹ്റുമുത്തത്തവു, സുന്നത്ത് നിസ്കാരം ആറാമാന്നില്ലേ? സുന്നത്തായ ഏതെങ്കിലും നിസ്കാരം പറ്റുമോ ഫർദ് ഖളാ ഉള്ള ആൾക്ക്? തറാവിയിലെ ചോദ്യം വരുള്ളൂ. തറാവീന് മാത്രല്ല, എല്ലാ റവാത്തിബിനും എല്ലാ സുന്നത്തിനും ബാധകമാണത്. ഓരോ നിസ്കാരത്തിന് മുമ്പും പിമ്പും നിസ്കരിക്കുന്ന റവാത്തിബിന് ബാധകമാണ്. ഫർള് പെരടിയിലുണ്ടെങ്കിൽ അത് വീട്ടിയേക്കണം. നിസ്കാരം ചെറിയ വിഷയമല്ല. നിസ്കാരം കറക്റ്റ് പാലിക്കുമ്പോഴേ ആഖിറത്തിൽ ജയിക്കാൻ പറ്റൂ, ദുനിയാവിലും ജയിച്ചവരാകൂ. ഖുർആൻ ഷരീഫിൽ ഈമാനോട് ചേർത്തി പറഞ്ഞ്, വിജയത്തോട് ചേർത്തി പറഞ്ഞ്, അള്ളാഹു സ്വീകരിക്കുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ എണ്ണിപ്പറഞ്ഞ്, എവിടെങ്കിലും ഒരു സ്ഥലത്ത് സഹോദരങ്ങളെ നിസ്കാരം വിട്ടുപോയ ചരിത്രം കാണാൻ പറ്റൂല. എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു എണ്ണി പറഞ്ഞൊരു വിഷയമാണ് നിസ്കാരം. മറ്റു പല അമലുകളും എണ്ണാത്തയിടത്തും നിസ്കാരം അള്ളാഹു എണ്ണിയിട്ടുണ്ട്. എന്തേ കാരണം? നിസ്കാരം പ്രധാനപ്പെട്ട അവലംബമാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവർക്കും തമ്മിലെ വ്യത്യാസം അവർ കണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ? നിസ്കരിക്കുന്നവൻ മുസ്ലിമാണ്, അല്ലാത്തവൻ മുസ്ലിമല്ല. നമ്മുടെ കാഴ്ചപ്പാടല്ല, സ്വഹാബത്തിന്റെ കാഴ്ചപ്പാടാണ്. അവരങ്ങനെ പറയാറുമുണ്ട്, അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും തർക്കുസ്സലാ. മുസ്ലിങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും ഇടയിലുള്ള വ്യത്യാസം അത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾ മുസ്ലിമോ എന്നവർ ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ടല്ലേ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആള് ഫാസിഖാണ്. അവനോട് സലാം പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമുക്കൊരു മാർഗം മാത്രമേ തിരിയുള്ളൂ, വിദേഹത്തുകാരനോട് സലാം പറയാൻ പറ്റൂല. എന്നാ സുഹൃത്തെ, നിന്റെ കൂടെ നടക്കുന്ന ആളില്ലേ, ഒരൊറ്റ വക്ത് നിസ്കരിക്കാത്ത ആളാണ്, ഒരു വെള്ളിയാഴ്ച പിന്നെ ആൾക്കാർ എന്തെങ്കിലും പറയില്ലെന്ന് എഴുതിയിട്ട് പള്ളിയിലേക്ക് വരും. ആകെ ഒരു വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്ന ആളാണ്, ഒരുപാട് നിസ്കാരങ്ങൾ ഒഴിവാക്കുന്ന ആളാണ്, അവൻ ഫാസിഖാണ്. നീ അവനോട് എങ്ങനെ സലാം പറയും? മറ്റേ ആളോട് നീ സലാം പറയാത്തത് വിദേഹത്തുകാരനാണെങ്കിൽ അതേ നിയമം തന്നെയല്ലേ ഫാസിഖിനും? വിദേഹത്തുകാരന്റെ മയ്യത്ത് നിസ്കരിക്കൽ പാടില്ല, ഫാസിഖിന്റെ മയ്യത്ത് നിസ്കരിക്കലും പാടില്ല. വിദേഹത്തുകാരനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല, ഈ ഫാസിഖിനെയും തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. അവന്റെ രോഗം കാണാൻ പോകാൻ പറ്റാത്തതുപോലെ ഇവന്റെ രോഗവും കാണാൻ പോകാൻ പറ്റൂല. നമ്മൾ മനസ്സിലാക്കിയത് വിദേഹത്തുകാർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. ഫത്ഹുൽ മീനിൽ പറഞ്ഞില്ലേ, വതുക്റഹു ഇഖ്തിദാഉൻ ഖൽഫ മുബ്തദീൻ വഫാസിഖിൻ. ഒരു മുബ്തദീനെ മാത്രമല്ലല്ലോ, ഫാസിഖിന്റെ പിന്നിലും തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. നിസ്കാരം ഒഴിവാക്കുന്ന ആള് ഫാസിഖാണ്. വൻകുറ്റമല്ലേ സഹോദരങ്ങളെ ആ ചെയ്തു കൂട്ടുന്നത്? നിസ്കരിക്കാത്തവൻ എവിടെ സ്ഥാനം? ഇസ്ലാമിൽ ചെറിയൊരു സ്ഥാനം പോലും അള്ളാഹുവിന് കണക്കാക്കിയിട്ടില്ല. പട്ടിണി കടന്ന് വലഞ്ഞു ജീവിക്കുന്ന ഒരു മനുഷ്യൻ മുന്നിലൊന്നും തിന്നാൻ കിട്ടാതിരിക്കുമ്പോ ഒരു നായയോ അല്ലെങ്കിൽ തിന്നാൻ പറ്റാത്തൊരു ജീവിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടി അതിനെ പിടിച്ച് അറുത്ത് തിന്നൽ അയാൾക്ക് ഹലാലാണ്. കാരണം അയാൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു കരുതിയിട്ട് അങ്ങനെ ഒരു നായനെ പിടിച്ചിട്ട് അറുക്കാൻ വേണ്ടി ഇയാൾ ഇങ്ങനെ ഒരുങ്ങുമ്പോ ഒരു നിസ്കരിക്കാത്തവൻ വരുന്നുണ്ടെങ്കിൽ നായനെ വിട്ടിട്ട് നിസ്കരിക്കാത്തവന്റെ കാലിന്റെ തൊടയിൽ നിന്ന് ഇറച്ചങ്ങ് മുറിക്കണം, എന്നിട്ടത് തിന്നലാ വേണ്ടത്. ഈ നായന്റെ പവർ പോലും താരിഖു സ്വലാത്തിനില്ല. നിസ്കരിക്കാത്തവൻ എവിടെ സ്ഥാനം?
അപ്പൊ റമദാൻ ഷരീഫിലെ ഏറ്റവും ആത്മീയമായ ആരാധനയാണ്. ഇപ്പൊ നിങ്ങൾ ഉസ്താദുമാര് ദ്വാരക്കുമ്പോ ആമീൻ പറയല്ലേ, വഫിഖ്നാ ലിസ്സിയാമി വൽ ഖിയാമി. ദാ ഖിയാമു നിസ്കാരാണത്, തറാവീഹ് നിസ്കാരാണത്. തറാവീഹ് നിസ്കാരത്തിന് തൗഫീഖ് വേണം ദ്വാരക്കാറില്ലേ? പെരടിയിൽ ഫർളുണ്ടോ? മുക്കല്ലഫായതിനു ശേഷം ഫർളുകൾ പെരടിയിൽ കെട്ടിക്കിടക്കുന്നുണ്ടോ? വീട്ടിൽ തുടങ്ങിക്കോളൂ, ഇന്ന് മുതൽ അങ്ങ് വീട്ടിൽ തുടങ്ങിക്കോളൂ. എന്നിട്ട് കണക്ക് കൂട്ടിയിട്ട് മുഴുവനും വീട്ടിക്കോളൂ. നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. വേറെ എന്തിനും വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന് വിട്ടുവീഴ്ച കൊടുത്തിട്ടില്ല. എത്ര സംഭവങ്ങളുണ്ട് ഇസ്ലാമില്. നിസ്കാരം നിസ്കരിക്കണ്ടെന്ന് പറയേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ വരേണ്ടിയിരുന്നത് യുദ്ധത്തിനാണ്. പക്ഷെ യുദ്ധത്തിൽ നിസ്കരിക്കണം എന്നാണ് അല്ലാഹ് ആയത്തിറക്കിയത്. അപ്പുറത്ത് ശത്രുക്കൾ ഇങ്ങനെ സായുധരായി കാത്തു നിൽക്കുമ്പോ ഒരു കൂട്ടം ആൾക്കാർ അവിടെ കാവലിന് നിർത്തിയിട്ട് ഒരു കൂട്ടം ആൾക്കാരായിട്ട് വന്ന് ഇവിടെ നിസ്കരിക്കണം, അതും ജമാഅത്തായിട്ട്. എന്നിട്ട് ഇവര് പോയി അവിടെ കാവൽ നിന്നിട്ട് അടുത്തൊരു കൂട്ടർ വന്ന് പിന്നെയും നിസ്കരിക്കണം ജമാഅത്തായിട്ട്. സൂറത്തുൻ നിസായിൽ അല്ലാഹു ആയത്തിറക്കിയില്ലേ? എന്നാലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. എത്ര ഒരു ഘട്ടമാ സഹോദരങ്ങൾ, യുദ്ധം എന്ന് പറയുന്ന ഘട്ടം. എന്തും ചതിയിലൂടെ ചെയ്യാൻ കഴിവുള്ളവരില്ലേ ശത്രുക്കള്? എന്തെല്ലാം ചതിപ്രയോഗങ്ങൾ നടത്തും. എന്നിട്ടും അള്ളാഹുവിന്റെ നിർദ്ദേശം നിസ്കരിച്ചോളണം. നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു തരുന്ന ബർക്കത്തിന് കയ്യും കണക്കുണ്ടോ? ഇഷ്ടം പോലെ ബർക്കത്ത് തരും. നിസ്കാരം ദായിമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളും നമ്മളെ മക്കളൊക്കെ നിസ്കരിക്കണം. ഞാൻ എൻ്റെ എല്ലാ സദസ്സിലും പറയലുണ്ട്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ അവർക്ക് നിസ്കാരം ഒഴിവായി പോകരുത്, രക്ഷിതാക്കളായ നമ്മൾ കുടുങ്ങിപ്പോകും അള്ളാഹുവിന്റെ അടുത്ത്. ഇപ്പൊ SSLC മറ്റൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സുകൾ കൂടുതലാണ്. ഇപ്പൊ ളുഹറും അസ്റും മഗ്രിബും ഇശാ ഒക്കെ ഇശായിനാ നിസ്കരിക്കുന്നെങ്കിൽ അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്യോ? അല്ല, ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അഭിപ്രായമെങ്കിലും മൈക്കിലൂടെ പറയാനാണ്. ഒരു പഠനത്തിന് വേണ്ടി അങ്ങനെ നിസ്കാരം ഒഴിവാക്കും, യുദ്ധത്തിന് വേണ്ടി നിസ്കാരം ഒഴിവാക്കില്ലല്ലോ. അതിന് വേണ്ട സൗകര്യങ്ങൾ എന്താ നമ്മൾ ആലോചിച്ച് ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്യണം. ആ സ്കൂളിൽ ഒരു പ്രെയർ ഹാൾ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടെങ്കിൽ എത്ര സുഖമാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന ഉമ്മമാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇതുവരെ അവർക്ക് ജീവിതത്തിൽ നിസ്കാരം കളായിട്ടില്ല, ഒഴിവായി പോയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോ ഡ്രസ്സിന്റെ കൂടെ ഒരു നിസ്കാര കുപ്പായം വെക്കും. എല്ലാ ഹോസ്പിറ്റലിലും പ്രെയർ ഹാൾ ഉണ്ട്. ഇവിടെ അല്ലേ ഹോസ്പിറ്റലൊക്കെ നിസ്കാര സൗകര്യങ്ങളില്ലേ? എത്ര സ്ഥലത്തുണ്ട്. നിസ്കരിക്കാനൊരു മുറിയുണ്ട്. അത് പള്ളിയല്ല, നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തിയ സ്ഥലമാണ്. ഖിബിലയും ശരിക്കും നോക്കി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ഹോസ്പിറ്റലിൽ മാത്രമല്ല, ക്രിസ്ത്യാനികളെ ഹോസ്പിറ്റലിൽ വരെയുണ്ട്. നിസ്കാരത്തിന്റെ ലോകത്ത് അംഗീകാരമാണ്. എല്ലാവർക്കും പരിചയമുള്ള വിഷയമാണ്. നിസ്കരിക്കാത്തവനാണോ അവനെ പരിഗണിക്കേണ്ടതില്ല. ലോകത്തത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള അറിവല്ല, മൊത്തത്തിലുള്ള അറിവാണ്. ആ ഒരു പരാജയം തന്നെയാണ് സഹോദരങ്ങളെ മൊത്തത്തിൽ മുസ്ലിം വേട്ടയ്ക്ക് വന്നൊരു കാരണവും. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. മുസ്ലിങ്ങളുടെ ആത്മീയമായ വലിയ അഭിമാനം, അന്തസ്, അത് നിസ്കാരം ഉയർത്തിപ്പിടിക്കലാണ്. നിസ്കാരം ഏറ്റവും പ്രകടമായ അടയാളമാണ്. നിസ്കാരമില്ലെങ്കിൽ ജയിക്കാൻ പറ്റുമോ? ജയിക്കാൻ പറ്റൂല.